ഞാൻ വിട്ടോളാ ജീവിക്കാൻ അഭിനയിക്കാൻ പോയി ലൊക്കേഷൻ വാങ്ങിട്ട് പോയാ ഞാൻ അറിയട്ടെ. അപ്പൊ ആ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് രാവിലെ ഇന്നലെ പറഞ്ഞ നടവഴി ഇതാട്ടോ. ഇതിൽ കൂടെ ഇങ്ങനെ നടന്നിട്ട് വേണം ഇങ്ങോട്ട് വരാന്. ഒന്ന് തന്നെയാ താഴ്ത്തിക്കണം, അത്യാവശ്യം നല്ല ആയുണ്ട് പോയി ഇവിടെ ഇങ്ങനെ ഹെൽമെറ്റൊക്കെ വരുന്നത്. ഇനി നമുക്ക് പോസ്റ്റ് ഓഫീസ് പോകണം. പോസ്റ്റ് ഓഫീസ് പോയിട്ട് നമ്മളെ ലോഡ് കുറച്ചാൽ സുഖമായിട്ട് നമുക്ക് നാട്ടിൽ പോകാട്ടോ. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. സമയം ഒരുപാടായി, 10, 11, 12 മണിക്ക് ആവാനായി. ഓക്കെ, വണ്ടി എടുത്ത് തരികയാണ്. മണാലി ടൗൺ എത്തിയപ്പോൾ ഒരു സൈഡായിട്ട് ഫുള്ള് ബസ് കേട്ടോ. ഇതൊക്കെ ഡൽഹി ടു മണാലി അടിച്ചിന ബസ്സാണ്. എത്രത്തോളം ബസ്സാണോ. ശരിക്കും നമുക്ക് ഡൽഹിയിൽ നിന്ന് മണാലിക്ക് ഒരു രാത്രി കൊണ്ട് എത്തട്ടോ. രാത്രി കയറി കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേന് ഇവിടെ എത്തുന്ന സെറ്റപ്പിൽ ബസ് ഓടുന്നുണ്ട്. ഞങ്ങളേതായാലും ഇവിടുന്ന് കൊറിയറൊന്നും അയക്കാൻ തന്നില്ല. ഇനി ഡൽഹിക്ക് എത്തിയിട്ട് അയക്കാമെന്ന് വിചാരിച്ചു. ഡൽഹിയിൽ നിന്ന് 2 ടയർ മാറ്റാനുണ്ട്, അത് മാറ്റാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ നേരെ പോയി. പോണ ബൈക്കിലൊക്കെ കുറേ സ്ഥലങ്ങളിൽ ഈ കൊല്ലം നടന്ന ഫ്ലഡ് ഉണ്ട്. കഴിഞ്ഞ വർഷം ഇതേമാതിരി മണാലിയിൽ നല്ല ഫ്ലഡ് ഉണ്ട്. ഇനി ഈ വർഷം നടന്ന ഫ്ലഡിൽ കുറേ റോഡും ഒലിച്ചു പോവുകയും അതേപോലെ വഴി തിരിച്ചുവിടുകയൊക്കെ കുറേ ചെയ്തിരിക്കണം. സഞ്ചാരികളിലേക്ക് വരുന്നില്ലാതെ മണാലിക്ക് വരാനുള്ള കാരണം ഇതൊക്കെയാണ് തോന്നുന്നത്. കുറേ അഡ്വഞ്ചേഴ്സ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ബലൂൺ ഇങ്ങനെ കത്തിച്ചാണ് മേലേക്ക് പോകുന്ന പരിപാടി, അതേപോലെ തന്നെ തോണിയിലുള്ള പരിപാടികളുണ്ട്, വെള്ളത്തിലൂടെ പോണത്, പിന്നെ പാരാഗ്ലൈഡിങ്, അങ്ങനെ കുറേ അഡ്വഞ്ചേഴ്സ് നമുക്ക് മണാലിയിൽ വരുമ്പോൾ കാണാൻ കേട്ടോ. നമ്മളിതൊന്നും കയറുന്നില്ല. നമുക്കിപ്പോൾ ഡൽഹിക്ക് അല്ലെങ്കിൽ ചണ്ഡീഗഡിലേക്ക് എത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ വണ്ടി നേരെ വിടുകയാണ്. നമുക്ക് അത്യാവശ്യം ഓടാനുണ്ട്. 250 കിലോമീറ്റർ ചണ്ഡീഗഡിലേക്ക് തന്നെ ഓടാനുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നേരെ വിട്ട് ചണ്ഡീഗഡ് പിടിക്കുക എന്നുള്ള ഇതിലാണ്. ഏറ്റവും കൂടുതൽ തുരങ്കം ഹിമാചൽ പ്രദേശിലാണെന്ന് തോന്നുന്നത്. കാരണം എത്രത്തോളം തുരങ്കമാണോ, 8-9 തുരങ്കങ്ങൾ ഇപ്പോൾ ഓപ്പൺ ആയത് തന്നെ ഉണ്ട്. അത്യാവശ്യം പണി കഴിഞ്ഞത്. ഈ ഫസ്റ്റത്തെ തുരങ്കമൊക്കെ എന്ന് പറഞ്ഞാൽ ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല. ബാക്കി തുരങ്കങ്ങളൊക്കെ നല്ല ഫുള്ള് പണി കഴിഞ്ഞ് ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാണ്. നല്ല ദൂരമുള്ള തുരങ്കങ്ങൾ. ഏകദേശം മാന്തി എത്തിയപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് ഫ്രൈഡ് റൈസാണ് കഴിച്ചത്. എന്താണെന്ന് വെച്ചാൽ കേരളം വിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഫുഡിൻ്റെ കാര്യത്തിൽ വളരെ മോശമാണ്. ഫ്രൈഡ് റൈസാണ് നമുക്ക് അത്യാവശ്യം വിശ്വസിച്ചു അല്ലാതെ പാളകളില്ലാതെ കഴിക്കാൻ പറ്റിയത്. അത് കഴിച്ചിട്ട് വലിയ ലാഗാക്കാതെ വേഗം ഞങ്ങൾ പിടിച്ചിട്ട് അവിടുന്ന് ചണ്ഡീഗഡിക്ക് ഏകദേശം ഒരു 100 കിലോമീറ്റർ ഉള്ളിലോട്ടോ. പെരും ചൂട്. നമ്മളെ കാലാവസ്ഥ മൊത്തം 2 ദിവസം കൊണ്ട് മാറുക. 2 ദിവസം മുമ്പ് നമ്മൾ -3 ഒക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഏതായാലും ജ്യൂസ് കുടിക്കാറ് വേറെ വജ്ജില്ല. എന്തോ ഐസ് ഇട്ട ജ്യൂസാ കുടിച്ചിട്ടുണ്ട്. ചൂടെല്ലാം കുടിച്ചാണ്ടേ ശീലിച്ച് നമുക്ക് ഇപ്പൊ ഭയങ്കര കേട്ടോ. പെട്ടെന്ന് കാലാവസ്ഥ മാറി. ആകെ ഒരു 100-150 കിലോമീറ്റർ മാറ്റുള്ളൂ. ഏകദേശം ഡൽഹി എത്താനായിട്ടോ. അപ്പോ ഫുഡ് തപ്പി കുറേ നടന്നു. ധാബകള് ലാസ്റ്റ് വെജിറ്റബിൾ ധാബ മാത്രം കിട്ടിയോണ്ട് ഞങ്ങൾ ഇതാ കഴിക്കുകയാണ്. പൂരി, കടലക്കറി, തൈര്, കുഴപ്പമില്ല. സാധനം നൈസല്ലേ. ഫാഷൻ പഞ്ചാബിലെ സെലിബ്രിറ്റി ആണ് നിങ്ങള്. ഫുള്ള് സെൽഫി എടുക്കണ ആളറിയില്ല. സെൽഫി എടുക്കലുണ്ടോ എന്താ ഏതോ ഇൻസ്റ്റഗ്രാമിലെ സെലിബ്രിറ്റി ആരും യൂസാറും. ആളെ കാണണ്ട.
അയാളെ വൈത്താലെ നടക്കണ അങ്ങോട്ട്. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഡൽഹി എത്തി. ഡൽഹിയിൽ റൂം ഓയിൽ നമ്മൾ ബുക്ക് ചെയ്യേണ്ടി വന്നപ്പോൾ തന്നെ 250 നമുക്ക് വന്നു. ആ വണ്ടി അവിടെ സൈഡായിക്കൊണ്ടിരിക്കണേ. ഓ അല്ലാതെ യാത്രയോ